ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് വർണ്ണപ്പകിട്ടേകുവാൻ പതാകകൾ ഒരുക്കുന്ന തിരക്കിലാണ് ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം സഹോദരിമാർ. സമദൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പന്തീരങ്കാവിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കായുള്ള സ്വയം തൊഴിൽ പരിശീലന സേവാകേന്ദ്രമായ സക്ഷമ ഭവനിലെ 20 സഹോദരിമാരാണ് പതാകകൾ നിർമ്മിക്കുന്നത്. ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക എന്നതാണ് ദേശീയ സംഘടനയായ സക്ഷമയുടെ ലക്ഷ്യം. സമദൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് കോഴിക്കോട്ടെ സക്ഷമയുടെ പ്രവർത്തനം. മണ്ഡലകാലത്ത് ഇരുമുടി സഞ്ചിയും തോൾ സഞ്ചിയും നിർമ്മിച്ചു നൽകിയ ഇവിടെയുള്ള 20 സഹോദരിമാർ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കായുള്ള പതാകകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സംസാരശേഷിയും കാഴ്ചശക്തിയും ഇല്ലാത്ത സഹോദരിമാരെ ഉയർത്തിക്കൊണ്ടുവന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ പ്രാപ്തരാക്കുക എന്നതാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ പി നന്ദനൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ ഭഗവാന്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിനാണ് ഇപ്പോൾ കൊടി നിർമ്മാണമുള്ളത്. പല ഭാഗത്തു നിന്ന് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറാക്കിയിട്ട് ഇപ്പം നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പരിചരിക്കുന്നതിന് വേണ്ടി 2-3 അമ്മമാർ ഇവിടെ ഉണ്ട്. ഇവർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 നേരത്തെ ആഹാരം ഇവിടെയാണ്, ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയാണ്. സൗജന്യമായിട്ടാണ് അവർക്കെല്ലാം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടെ സക്ഷമ വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ട്രസ്റ്റ് എന്ന് സെക്രട്ടറി രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇവിടെ ഒരു 12,000 സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് നമ്മളിപ്പം പണി തീർത്തുകൊണ്ടിരിക്കുക. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ മുഴുവനും അവർക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ അതിലവർ സ്കില്ലാക്കിയിട്ട് അവർ സ്വയം പര്യാപ്തത അവർ ജീവിതത്തിൽ നേടുക. അപ്പോൾ അതിന് ഇവിടെ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ കാര്യങ്ങളും, അവർക്ക് ഭക്ഷണം, താമസം, അതുപോലെ തെറാപ്പി, ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. പതാകകൾ, വസ്ത്രങ്ങൾ, അച്ചാറുകൾ തുടങ്ങി ഇവർ നിർമ്മിച്ചു നൽകുന്ന എല്ലാ സാധനങ്ങൾക്കും ഡിമാൻഡ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വലിയ വളർച്ച സക്ഷമയ്ക്കുണ്ടാകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അമൃത ന്യൂസ്, കോഴിക്കോട്.